ഹൂതികളോട് ഒരു കരുണയും വേണ്ടെന്ന നിർദ്ദേശം തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു IDF-ന് നൽകിയിരിക്കുന്നത്. ഹൂതികളുടെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലേക്കും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി നടന്ന മാരകമായ ആക്രമണത്തിന് ശേഷമാണ് സേനയ്ക്ക് കൂടുതൽ കൃത്യമായ നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇസ്രായേൽ സൈന്യം നൽകുന്നത്. യമനിലെ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് വരും മണിക്കൂറുകളിൽ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. യമനിലെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം ഇസ്രായേൽ വളരെ കൃത്യമായി തയ്യാറാക്കിയ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയതാണ്. നൂറുകണക്കിന് ഫൈറ്റർ ജെറ്റുകൾ, തലങ്ങും വിലങ്ങും മൂളിപ്പറക്കുന്ന ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങൾ, സന എയർപോർട്ടിലെ അടക്കം അതുപോലെ ഹുദൈദ തുറമുഖത്തിലടക്കം വമ്പൻ ആക്രമണങ്ങൾ. യമനോ ഹൂതികളോ ഒരിക്കലും ഇത്തരമൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രത്തോളം ഗൗരവമേറിയ ആക്രമണമായിരുന്നു യമന്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം നടത്തിയത്. യമന്റെ തലസ്ഥാനമായ സനയിലെ എയർപോർട്ടിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ആ സമയം ലോകാരോഗ്യ സംഘടനയുടെ അധ്യക്ഷൻ ആ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. ആ എയർപോർട്ടിൽ വിമാനം കയറുന്നതിന് തൊട്ടു മുൻപാണ് ഇസ്രായേലിന്റെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം ഒരു നിമിഷം സ്തംഭിച്ചുവെന്ന് WHO തലവൻ തന്നെ പറയുന്നു. ആ വിമാനത്തിലെ ഒരു ജീവനക്കാരന് പോലും ആക്രമണത്തിൽ പരിക്കേറ്റു. വിമാനത്താവളത്തിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. വിമാനത്താവളത്തിന് സമീപമുള്ള ഹൂതികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം പൂർണ്ണമായും കത്തിച്ചാരമായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അതുപോലെ തന്നെയാണ് ഹൂതികളുടെ ഹുദൈദ തുറമുഖത്തിലടക്കം ഇസ്രായേൽ നടത്തിയ ആക്രമണം. ദിവസങ്ങൾക്ക് മുൻപ് ഹുദൈദ തുറമുഖമടക്കമുള്ള തുറമുഖങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് കപ്പലുകളെ തീരത്തേക്ക് അടുപ്പിക്കാൻ സഹായിച്ചിരുന്ന ടഗുകൾ, ആ ടഗുകൾ 8 എണ്ണത്തെ നിർവീര്യമാക്കാൻ ഇസ്രായേലിന്റെ ആക്രമണത്തിന് സാധിച്ചു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി അതിഗുരുതരമായ ആക്രമണം ഹൂതികൾക്ക് നേരെ ഹുദൈദ തുറമുഖത്തിനെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം തീവ്രമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞത്? 5 തവണയാണ് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചത്. അതും മാരകമായ സ്ഫോടനശേഷിയുള്ള മിസൈലുകൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു മിസൈലുകളിൽ പലതിൻ്റെയും ലക്ഷ്യം. ടെല്ലവീവിലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു ആ മിസൈലുകളിൽ പലതും ഹൂതികൾ തൊടുത്തുവിട്ടത്. എന്നാൽ ഈ മിസൈലുകളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം നിലംപരിശാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരേ ഒരു മിസൈൽ മാത്രം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് ടെല്ലവീവിലേക്ക് പറന്നിറങ്ങി. ആ മിസൈൽ ഇസ്രായേലിനുള്ളിൽ വമ്പൻ സ്ഫോടനമുണ്ടാക്കി. ഒരു തുറസായ പ്രദേശത്ത് പതിച്ചു, ഒരു പ്ലേ ഗ്രൗണ്ടിൽ പതിച്ചു. ആ മിസൈൽ പതിച്ചതിൻ്റെ പ്രകമ്പനങ്ങളിൽ 16ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇത് ഇസ്രായേലിൻ്റെ മനസ്സിൽ വല്ലാത്ത നോവാണ് ഉണ്ടാക്കിയത്. കാരണം ഇസ്രായേലിലെ സാധാരണക്കാരെയും ഇസ്രായേലിലെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഹൂതികൾ ലക്ഷ്യമിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഹൂതികൾക്ക് നേരെ സന്ധി സംഭാഷണം നടത്തിയിട്ട് കാര്യമില്ല എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ടു. അതിന് പിന്നാലെയാണ് ഹൂതികൾക്ക് നേരെ അതിമാരകമായ ആക്രമണം ഇസ്രായേൽ തുടങ്ങിവെച്ചത്. ഹൂതികളുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ മാരകമായ ഓപ്പറേഷൻ മണിക്കൂറുകൾക്കിടയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ ഹൂതികൾ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചിരുന്നു. ഒന്നിലധികം തവണയാണ് ഹൂതികളുടെ ഡ്രോണുകൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ഭേദിച്ച് മറികടന്നുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വേനൽക്കാല സമീപമെത്തിയത്. ഒരിക്കൽ വേനൽക്കാല വസതിയുടെ ജനൽ ചില്ല് തന്നെ തകർക്കാൻ ഹൂതികളുടെ ഡ്രോണിനായി. അതിനു പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രതികരണം വന്നിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കിടപ്പറ വരെ എത്താൻ ഞങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ തീർക്കാൻ ഞങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്നായിരുന്നു ഖമേനിയുടെ ആ മുന്നറിയിപ്പ്. അതിനു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വീടിന് ചുറ്റുമുള്ള റഡാർ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഹൂതികൾ ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയും, അതായത് സനയിലേക്കും അതുപോലെ ഹുദൈദയിലേക്കും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ 5ാമത്തെ ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രായേലിന് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത്. ആ ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഇസ്രായേലിൻ്റെ ടെല്ലവീവ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ അപായ സൈറനുകൾ മുഴങ്ങി എന്നുള്ള വാർത്തകൾ
വാർത്തകളും പിന്നാലെ വരികയുണ്ടായി. ഇസ്രായേലിലുടനീളം അപായ സേവനങ്ങൾ മുഴങ്ങാൻ ഈ ബാലിസ്റ്റിക് മിസൈൽ കാരണമായി എന്നുള്ളതായിരുന്നു പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇസ്രായേലിനെ കത്തിക്കാൻ തന്നെയാണ് ഹൂതികളുടെ തീരുമാനം. അതേസമയം ഹൂതികളുടെ ഏത് ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാനും നിർവീര്യമാക്കാനും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം അയൺ ഡോം സജ്ജമായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യവുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൂതികൾക്കെതിരെ മാത്രമല്ല ഇറാനെതിരെ കൂടി ഒരു ആക്രമണത്തിനുള്ള യുദ്ധമുഖം തുറക്കുകയാണ് ഇസ്രായേൽ. ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, ആണവ പരീക്ഷണശാലകൾ, ആണവായുധം സൂക്ഷിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളൊക്കെ തന്നെ കൃത്യമായി ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ സ്കെച്ച് ഇസ്രായേൽ റെഡിയാക്കിയിരിക്കുന്നു. അവയുടെ ബ്ലൂ പ്രിന്റ് ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏത് സമയം ഏത് സാഹചര്യത്തിൽ ഇറാനെ ആക്രമിക്കണമെന്ന് സംബന്ധിച്ച് കൃത്യമായ പദ്ധതിയാണ് ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നത്. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങൾ ഇറാൻ്റെ ആകാശപാതയിലേക്ക് കുതിച്ചെത്തും. തുടർന്ന് ഇറാനിലെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളും ആണവ പരീക്ഷണശാലകളും ഒരേ സമയം ആക്രമിച്ച് തരിപ്പണമാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദിവസങ്ങൾക്ക് മുൻപ് ഹുദൈദ തുറമുഖമടക്കമുള്ള തുറമുഖങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് കപ്പലുകളെ തീരത്തേക്ക് അടുപ്പിക്കാൻ സഹായിച്ചിരുന്ന ടഗുകൾ, ആ ടഗുകൾ 8 എണ്ണത്തെ നിർവീര്യമാക്കാൻ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് സാധിച്ചു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി അതിഗുരുതരമായ ആക്രമണം ഹൂതികൾക്ക് നേരെ ഹുദൈദ തുറമുഖത്തിനെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം തീവ്രമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിഞ്ഞത്? 5 തവണയാണ് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചത്. അതും മാരകമായ സ്ഫോടനശേഷിയുള്ള മിസൈലുകൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു മിസൈലുകളിൽ പലതിൻ്റെയും ലക്ഷ്യം. ടെല്ലവീവിലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു ആ മിസൈലുകളിൽ പലതും ഹൂതികൾ തൊടുത്തുവിട്ടത്. എന്നാൽ ഈ മിസൈലുകളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം നിലംപരിശാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരേ ഒരു മിസൈൽ മാത്രം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിച്ചുകൊണ്ട് ടെല്ലവീവിലേക്ക് പറന്നിറങ്ങി. ആ മിസൈൽ ഇസ്രായേലിനുള്ളിൽ വമ്പൻ സ്ഫോടനമുണ്ടാക്കി. ഒരു തുറസായ പ്രദേശത്ത് പതിച്ചു, ഒരു പ്ലേ ഗ്രൗണ്ടിൽ പതിച്ചു. ആ മിസൈൽ പതിച്ചതിൻ്റെ പ്രകമ്പനങ്ങളിൽ 16ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇത് ഇസ്രായേലിൻ്റെ മനസ്സിൽ വല്ലാത്ത നോവാണ് ഉണ്ടാക്കിയത്. കാരണം ഇസ്രായേലിലെ സാധാരണക്കാരെയും ഇസ്രായേലിലെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഹൂതികൾ ലക്ഷ്യമിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഹൂതികൾക്ക് നേരെ സന്ധി സംഭാഷണം നടത്തിയിട്ട് കാര്യമില്ല എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ടു.